ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി അരിയുണ്ടയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഇത് തയ്യാറാക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അരിയുണ്ടൻ്റെ റെസിപ്പി തന്നെയാണിത്. മക്കൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അരിയുണ്ടയുടെ റെസിപ്പിയാണിത്. ഇതിനായിട്ട് 1 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ മധുരത്തിന് ഞാൻ ശർക്കരയാണ് എടുക്കുന്നത്. ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാരയായാലും മതിയാകും. ഇനി ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര പാനിക്കുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇതിലേക്ക് ഒരു 2 ഏലക്കായ കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അരിയുണ്ട ഉണ്ടാക്കാനായിട്ടുള്ള അരി നന്നായിട്ട് കഴുകി വാർത്ത് വെച്ചതാണ്. ഇനി ഇത് വറുത്തെടുക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടാണ് ഞാൻ ഈ അരി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഏത് അരി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് വേവുള്ള അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതായത് നന്നായിട്ട് തന്നെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഒരു ബ്രൗൺ കളറായിട്ട് വരണുണ്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ. നന്നായിട്ടൊന്ന് തീ കൂട്ടിയാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. ഒന്ന് കടിച്ചാൽ വേഗം പൊട്ടുന്ന രീതിയിലാവുമ്പോഴാണ് ഇതിൻ്റെ ഒരു പാകം. അപ്പോഴേക്കും നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു അരി വറുത്തത് ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്നുകൂടി ഹെൽത്തി ആവും. അപ്പോൾ ഞാനതൊന്നും കയ്യിലില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു അരി കൊണ്ട് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഈ അരി ഒന്ന് പൊടിച്ചെടുക്കണം. ഇതാ നന്നായിട്ട് തന്നെ വായിലിട്ട് കടിച്ചാലൊക്കെ വേഗം പൊട്ടുന്ന ഒരു രീതിയിലായി കിട്ടണം. അപ്പോൾ ഇതാ ഒരു ബ്രൗൺ കളർ ആവണുണ്ടോ. അപ്പോഴാണ് അതിൻ്റെ പാകം. ഇനി അത് പൊടിച്ചാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതാ വേറൊരു പാനിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് 1 മുറി തേങ്ങ കേട്ടോ. 1 മുറി തേങ്ങ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അധികം ഒന്നും വറുക്കണ്ട. ഒന്ന് എണ്ണയിലിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇതാ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഈ അരിയൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരി നമുക്ക് ഈ നെയ്യും തേങ്ങയൊക്കെ ഒന്ന് വാട്ടി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഈ അരി കൂടി ഇട്ട് കൊടുക്കണം. ഈ അരി വറുത്ത് പൊടിച്ചത് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നെയ്യൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ശർക്കര ഉരുക്കി തേങ്ങ ഇട്ടിട്ട് അങ്ങനെയായിട്ട് ബോൾസാക്കി എടുത്താലും മതിയാകും. ഇനി ഇതാ ഞാനിതൊന്ന് ശർക്കര ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശർക്കര നിങ്ങൾക്ക് ഇതിൻ്റെ പാകം ഒരു ബോൾസാക്കി എടുക്കാനുള്ള പാകം വരെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഏലക്കായ പൊടിയാണെങ്കിലും മതിയാകും. ഏലക്കായ പൊടി ചേർത്താലും മതിയാകും. ഇനി ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതാ ഇതിൽ ശർക്കര കുറച്ച് കൂടുതൽ തന്നെ ഉരുക്കിയെടുക്കേണ്ടി വരും. ഈ ഒരു അരിപ്പൊടിയിലേക്ക് എത്ര ഒഴിച്ചാലും കാണില്ല. അപ്പോൾ ഇതാ ഈ ഒരു ബോൾസാക്കി എടുക്കണ ഒരു പാകമായിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ചെറിയ ചെറിയ ബോൾസാക്കി മക്കൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കി കൊടുക്കുക. അപ്പോൾ നല്ലൊരു കിടിലൻ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു അരിയുണ്ട. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു അരിയുണ്ട മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്